പ്രൊബേഷൻ കഴിഞ്ഞ് നെന്മാറയിൽ നിന്ന് പ്രൊബേഷൻ കഴിഞ്ഞ് 2005 SI ആയി നോർത്ത് പോലീസ് സ്റ്റേഷൻ വരുന്നു. അന്നു മുതൽ കാണുന്ന എൻ്റെ ഒരു ഓഫീസർ. അതിനുശേഷം 2007 ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ എൻ്റെ CI ആയി അദ്ദേഹത്തിന്റെ കീഴിൽ SI ആയി ഞാൻ ചെല്ലുന്നു സൗത്ത് പോലീസ് സ്റ്റേഷൻ. എനിക്ക് എങ്ങനെയാണ് ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടതെന്നോ രണ്ടു വാക്ക് എങ്ങനെയാണ് പബ്ലിക്കായി പറയാൻ പോലും എനിക്കെന്ന് അറിയില്ലായിരുന്നു. ഓരോ പരിപാടികളിൽ പോയി എന്നെ കൂട്ടിക്കൊണ്ടു പോകും. എന്താണ് സംസാരിക്കേണ്ടതെന്ന് അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. ഒരു ഓഫീസർ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ ഒരു ജ്യേഷ്ഠൻ തന്നെയായിരുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് 2007 അതിലും എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. അന്ന് UN നടത്തിയ ഏകദേശം 167ഓളം രാഷ്ട്രങ്ങൾ പങ്കെടുത്ത ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചു. അത് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഏഷ്യ എന്നൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അത് കോലാലംപൂരിൽ, മലേഷ്യയിലെ കോലാലംപൂർ പോലീസ് അക്കാദമിയിൽ വെച്ചാണ് നടന്നത്. ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. ആ ഒരു അവസരത്തിന് എന്നെ പ്രാപ്തനാക്കിയത് എന്റെ CI തന്നെയാണ്. അന്ന് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ഞാനിപ്പോൾ ഇവിടെ ഫോളോ ചെയ്തത്. ആ ഒരു തുടക്കം ഇന്നത്തെ ഈ ഒരു അവാർഡിൽ കിട്ടാനും ഇന്നിപ്പോ ഇവിടെ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാനും എന്നെ പ്രാപ്തനാക്കിയത് അന്നത്തെ CI, പിന്നെ എന്റെ അന്നത്തെ DPSP-യായി റിട്ടയർ ചെയ്ത ഇന്ന് ഈ ചടങ്ങിന്റെ അധ്യക്ഷനായ ശ്രീ മുഹമ്മദ് ഖാസിം സാറാണ്. അദ്ദേഹത്തോട് നന്ദി. ഈ അവസരത്തിൽ നന്ദി പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല, എന്നാലും അത് സ്മരിക്കാതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നും എന്ത് കാര്യത്തിലായാലും ഒരുപാട് സപ്പോർട്ട് തരുന്ന സാറാണ്. എന്റെക്ക് ഫാമിലി ചേച്ചി ഇവിടെ ഉണ്ട്. കുഞ്ഞു കുട്ടികളടക്കം അവര് എല്ലാം ഇപ്പോൾ വലുതായി, അവർ കുട്ടികളായി. ആ ഒരു കുടുംബത്തോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ വളരെ സ്നേഹത്തോടെ സപ്പോർട്ട്. അതുപോലെ രണ്ട് SP-മാർ, വിജയ് സാർ എന്നെ അവാർഡ് കിട്ടിയ ആ സമയത്ത് എന്നെ വിളിച്ചു. വിജയകുമാർ സാർ എന്റെ SP ആയിരുന്നു. അവരുടെ രണ്ടുപേരെയും അവര് നിൽക്കുന്ന ഒരു വേദിയിൽ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പ്രൗഡുണ്ട്. അത് ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ 2 വർഷമായി എന്റെ DPSP എന്നുള്ള ആ ഒരു പെൻഡിംഗ് ആണ് ഇപ്പോ. പക്ഷേ ഇന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയത് SHO ആയി ഇവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പ്രമോഷനായി ഞാൻ DPSP ആയിട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നതും എന്റെ പ്രവൃത്തിയിൽ ചെയ്യുന്നതും ഒരാളെയും വേദനിപ്പിക്കുന്നതെന്നും ഒരു ദിവസം ഒരാൾക്കെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നും എന്നെ കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ സബോർഡിനേറ്റ്സിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയാം. അത് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു SHO ആയി നിൽക്കുന്ന ഒരു വേദിയാണ്, ഒരു പൊസിഷനാണ്. അപ്പോ ഈ ഒരു അവാർഡിൽ എന്നെ എത്തിക്കാൻ വേണ്ടി ദൈവം കയ്യൊപ്പ് വെച്ച് ചാർത്തിയ ആ ദിവസങ്ങളാണ് എനിക്ക് മുന്നിൽ സംഭവിച്ച എല്ലാ സെറ്റ് ബാക്കുകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു എന്റെ കൂടെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്റെ 2 SP-മാരോടുള്ള ആ ഒരു നന്ദിയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം പറയുകയാണ്. ഞാൻ ഈ അവാർഡിലേക്ക് കിടക്കാം. ഏകദേശം 1.5 മാസം മുമ്പാണ് നമ്മുടെ പാലക്കാട് SP സാർ ഈ ഒരു അവാർഡിന്റെ ഒരു SOP അയച്ചു തന്നത്. ഏകദേശം 200ഓളം പാരാമീറ്റേഴ്സ് ഒരു SOP ആണ്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊന്നും നമുക്ക് നടക്കാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളല്ല. അത്രമാത്രം ടഫായിട്ടുള്ള ഒരു SOP ആണ് അതിനുള്ളത്. പക്ഷേ കേരളത്തിൽ നിന്ന് 2 പോലീസ് സ്റ്റേഷനുകളെയാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് തെരഞ്ഞെടുത്തിരുന്നത്. ഒന്ന് ബേക്കൽ പോലീസ് സ്റ്റേഷനും അടുത്തത് ആലത്തൂർ പോലീസ് സ്റ്റേഷനുമാണ്. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, അതിലൊന്ന് മത്സരിച്ച് നോക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ അതിനുവേണ്ടി ഇറങ്ങി തിരിക്കുകയായിരുന്നു. അതിനെ 100% വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച യാതൊരു ഇടപെടലുകളും നടത്താതെ ആ ഒരു
എന്നെയും എന്റെ സബോർഡിനേറ്റ്സിനെയും വിശ്വസിച്ച് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അനുവദിച്ച എന്റെ എസ് പി സാറിനോട് തന്നെയാണ് എനിക്ക് ആദ്യമേ ഈ അവസരത്തിൽ നന്ദി പറയാനുള്ളത്. കാരണം ഈ ഒരു പാരാമീറ്റേഴ്സ് കൊണ്ടുപോകാൻ നടക്കുക എന്നാൽ ഒരു രീതിയിലും സംഭവയോഗ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പക്ഷെ അതിനെ എങ്ങനെ ഫുൾഫിൽ ചെയ്യാമെന്ന് ആലോചിച്ച് ഞങ്ങൾ ഇതിനെ എല്ലാ പാരാമീറ്റേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ കമ്മിറ്റികൾ ഉണ്ടാക്കി. ഓരോ കമ്മിറ്റികളിലെയും ഓരോ എസ് ഐമാർക്കും അവരുടെ കീഴിലുള്ള ഓരോ ആളുകൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഏകദേശം ഞാൻ 1 മാസത്തോളമാണ് അതിനുള്ള തയ്യാറെടുപ്പുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്ത 2024 ജനുവരി 1 മുതൽ നവംബർ മാസം വരെ ഉള്ള സമയത്തുള്ള അതായിരുന്നു. ആ സമയം വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഷൻ, അതായത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഏകദേശം 1200 കേസുകളാണ് അന്ന് വരെ ഉണ്ടായിരുന്നത്. ആ കേസുകളുടെ അന്വേഷണ പുരോഗതി അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കേസുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് കംപ്ലീഷൻ നടത്തി. ഏകദേശം 100-ൽ താഴെ കേസുകൾ മാത്രമേ ആ ഒരു കോമ്പറ്റീഷൻ ടൈമിൽ പെൻഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കേസുകളും മോഷണ കേസുകൾ റിജക്ഷനാക്കി, മരണ കേസുകളൊക്കെ തന്നെ ചാർജ് ഷീറ്റ് ചെയ്ത് അത് കോടതിയിൽ പിടിച്ച് ട്രയലിൽ വരുത്തി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രൈം കേസുകളുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രിവെന്റീവ് ആയിട്ടുള്ള ആക്ഷൻസ്, അത് ഹാബിച്വൽ ആയിട്ടുള്ള ക്രിമിനൽസിനെ നേരിടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഉദാഹരണമായി കാമ്പയിൻ, അതുപോലെ HS ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ അവരെ ചെക്ക് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ നടപടികളും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാപ്പ പ്രപ്പോസൽ കൊടുക്കാനും ആ കാപ്പ എക്സിക്യൂഷൻ നടത്താനും നമുക്ക് സാധിച്ചു. ആ ഒരു കാര്യം